തൃക്കാൽ രണ്ടും പിണച്ചു തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചോടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈ തൊഴുന്നേ. ആ താമ്രപാണി കമല പ്രണയ പ്രതോദമാ ലോലഹാരമണി കുണ്ടലഹേമസൂത്രം ആ വിശ്രമാംബുഗതമംബുദ നീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. സജ്ജനങ്ങളെ, ആരാധ്യരെ, സുഹൃത്തുക്കളെ, നാം ഇന്നലെ ആ ജയദ്രഥനെ കൊല്ലും, എന്തായാലും സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വില്ലുമായിട്ട് അഗ്നിയിൽ ചാടി എൻ്റെ ദേഹത്യാഗം ചെയ്യും എന്നുള്ള അർജുനൻ്റെ പ്രതിജ്ഞയിലൂടെയാണ് നമ്മൾ ഇന്നലെ യാത്ര ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം ജയദ്രഥനിപ്പോൾ പേടിയായി. എന്നിട്ട് ദുര്യോധനോട് പറയുന്നത് നമുക്ക് നോക്കാലോ. ആർത്തി വരുമാറു കേട്ടു ജയദ്രഥൻ ചീർത്ത വിഷാദമോടെ പറഞ്ഞിടിനാൻ, മന്നവനായ സുയോധന കർണ കനിവേറുമാചാര്യ നിങ്ങളും പാണ്ഡവ കൈനില തന്നിലെ ഘോഷങ്ങൾ താണ്ഡവം പോലെ ശിവ കേട്ടിയിലെ ഉഗ്രനാം പാർത്ഥൻ പ്രതിജ്ഞ ചെയ്തിടിനാൽ നിഗ്രഹിച്ചിടും അവൻ എന്നെ നിർണയം. രക്ഷിപ്പതിനു ബലമില്ല നിങ്ങൾക്കു ചക്രാത്മജനോടു നിൽക്കരുതാർക്കുമേ. വേഗേന ദൂരത്തു പോയൊളിച്ചാകിലും ചാകാതെ കാത്തുകൊണ്ടിടുവനെന്നെ ഞാൻ എന്നത് കേട്ടു സുയോധനൻ ചൊല്ലിനാൻ. ഇന്നും ഒരുത്തർ കേൾക്കെ പറഞ്ഞിടൊല കാനനം പോകുന്ന കാര്യം ഇന്നഭിമാനമില്ലാതൊരു ദുർബലന്മാരുടെ പക്ഷമിതൻ ചെവി കേൾക്കെ നീ ചൊല്ലുകിലൊക്കെ കഴിഞ്ഞിതു. മേലിലെ യുദ്ധവും വിഷയികവീരനായ മേവും ആചാര്യനും അശ്വത്ഥാമാവും വൃഷസേനനും ഞാനും കർണരും മറ്റു മഹാരഥന്മാരുമായി നിന്നെ രക്ഷിക്കുന്നതുണ്ടെന്നു നിർണയം. നാളെയടമേതു ചെയ്തും കഴിച്ചിടുവാനാളു ഞാനുണ്ടെന്നറിയുകെന്നാനവൻ. മറ്റുള്ളവർകളും ഇങ്ങനെ ചൊല്ലിനാ തെറ്റെന്നു കൗരവസേനയും ആർത്തിതു ബദ്ധവൈരത്തോട് രണ്ടു പരീക്ഷയും യുദ്ധത്തിനാശുസന്നദ്ധനായിടിനാൻ. കൗരവന്മാരുടെ കൈനില തന്നിലെ ഭൈരവനാഥവും വാർത്തയും കേട്ടഥ ശൗരി മുരാരി നരകാരി കംസാരി ഗൗരവഭാവമോടേവമരുൾ ചെയ്തു. വീരാവിശേഷങ്ങൾ കേട്ടതില്ലേ സഖേ, വീരവാദം പറഞ്ഞിടിനാർ കൗരവർ നാനാമഹാരഥന്മാരുമായി ഒന്നിച്ചു നാനാപ്രകാരവും. നാളെ യുദ്ധത്തിങ്കൽ കൗന്ദേയനാകിയ പാർത്ഥനു കൊല്ലുവാൻ സൈന്ധവൻ തന്നെ അയക്കുന്നതില്ലെന്നും യുദ്ധം പ്രതിജ്ഞ ചെയ്താരവർ നിന്നുടെ സത്യവും പാരം കടുതെടോ. ഫൽഗുന സാധിച്ചുകൊള്ളുവാൻ പെരികെ പണിയുണ്ടു ബാധിച്ചുകൂടുമോ അവൻ പുള്ളരികളെ. മല്ലാരി മെല്ലവേ ചൊല്ലിയ വാക്കു കേട്ടല്ലലോടും തഥാ ചൊല്ലിനാൻ അർജുനൻ അൻപരിൽ വൻപരിൽ മുമ്പനെ ഉംബർകോനെ മമ തമ്പുരാനെ ഹരേ. തിരുവള്ളമരന്തരമെന്നിയേ സന്തതം അന്ധനാം എന്നിലുണ്ടാകയാൽ അന്തകവൈരിപുരാന്തകൻ താൻ പരിപന്ധിയെന്നാകിലും ഞാൻ ജയിച്ചിടുവൻ. വ്യാകുലമില്ലതു നിൽക്ക വിരവിനോടാകുലമാരായി മുറയിട്ടലച്ചിടും നാരീജനങ്ങൾ തൻ ദുഃഖമടക്കുക നാരായണ തവ വാക്യാമൃതത്തിനാൽ എന്നത് കേട്ടു മുകുന്ദൻ തിരുവടി ചെന്നു. നാരീജനത്തോടരുളി ചെയ്തു ഭദ്രേ സുഭദ്രേ ഭഗിനി കരയരുതുത്തമമാർകുലോത്തം സമാമുത്തരേ ബാലേ സുശീലേ വിമലേ മനോഹരേ മാലേറി മാഴ്കായിക പാഞ്ചാലനന്ദനേ വീരമാതാക്കൾ ധർമ്മങ്ങൾ ഓർത്തിടുവിൻ ദൂരവേ നീക്കുവിൻ ചാബല്യമൊക്കവേ. വീരവാന്മാരാം ദീപുക്കളെയും വെന്നു വീരസ്വർഗം പുക്കിരിക്കും പുരുഷനെ ചിന്തിച്ചു നിങ്ങൾക്കറിഞ്ഞാൽ അവൻ അതിനന്തരം വന്നുപോമത്രേ പുനരിനി. സന്താപമൊട്ടു കുറച്ചിടുവൻ നിങ്ങളെന്തറിയാതവരെ പോലെ കേഴുവാൻ യുദ്ധമരുൾ ചെയ്തടക്കി വിലാപവും മുഗ്ധ വിലോചനാകിയ മാധവൻ.
വൃത്രാരിപുത്രന് ശോകമകറ്റുവാൻ പുത്രനെ കണ്ടേ മതിയാവിതെന്നിട്ടു വൃത്രാരി ലോകത്തവനുമായി ചെന്നുടൻ പുത്രനെ കാട്ടി വിഷാദവും തീർത്തിതു. ചിത്രമിതോർക്കിലര നിമിഷം കൊണ്ടു ചിത്രമോ യോഗേശനല്ലോ ജഗൽപതി. ഇവിടുത്തെ ഈ പാണ്ഡവന്മാരുടെ കൈനിലയിലത്തെ ആ ശബ്ദവും എല്ലാം കേട്ടിട്ട് മറ്റേ ആള് അപ്പുറത്ത് കരയാൻ തുടങ്ങി. ദുര്യോധനൻ്റെ അളിയനല്ലേ, ദുര്യോധനോട് പറയുന്നു, കർണനോട് പറയുന്നു, ആചാര്യനോട് പറയുന്നു, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ അപ്പുറത്തെ വിശേഷങ്ങൾ, എന്തായാലും എന്നെ നാളെ കൊല്ലും, ഞാനൊന്ന് ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കും, നാളെ എന്തായാലും ഞാൻ നാളത്തെ ദിവസം പിന്നെ നിന്നെ കൊല്ലാൻ കൊടുക്കൂല, അപ്പോൾ തന്നെ ചത്തോളുമല്ലോ, അപ്പം നമുക്ക് സന്തോഷമായില്ലേ എന്നെല്ലാം അവരിങ്ങനെ പറയുന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ രണ്ട് ഭാഗത്തുള്ളവരും അന്നേരം അവർ അപ്പുറത്ത് അട്ടഹാസം കൊടുക്കലായി. ആ അട്ടഹാസം കേട്ടിട്ടാണ് ഭഗവാൻ പറയുന്നു, പിന്നെ കേട്ടില്ലേ അർജുന, അവർ വീരവാദം പറയണ്ട, നാളെ നിങ്ങൾക്ക് കൊല്ലാൻ തരൂല എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാവരും കൂടി നാളെ ഓനെ ഒളിപ്പിച്ച് വെക്കും. നിൻ്റെ സത്യം കുറച്ച് കൂടുതൽ, എനിക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ സത്യം ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടത് മോശമായിപ്പോയില്ലേ അർജുന എന്നെല്ലാം പറയുന്നു. ഭഗവാനെ അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊന്നും സാധിക്കാതില്ലത്, ആ ഒരു ധൈര്യത്തിലല്ല, ഈ ഒരു ധൈര്യത്തിലാണ് ഇയാൾ കളിക്കുന്ന പറ്റിയും. നേരം പറഞ്ഞു, ഇനിയിപ്പോൾ ആ സ്ത്രീകളെ കരച്ചിലൊന്നും നിർത്തി കൊടുക്കുക ഭഗവാനെ, നമ്മളെ കാര്യമാണ് നിൽക്കട്ടെ എന്നിട്ട് പോയിട്ട് അനിയത്തീനെയും സുഭദ്രേനെയും വിളിച്ചു. പിന്നെ ഈ കുഞ്ഞിൻ്റെ ഭാര്യയല്ലേ ഉത്തരേനെയും വിളിച്ചു. പിന്നെ എല്ലാവരും പാഞ്ചാലനന്ദന പാഞ്ചാലിനെയും വിളിച്ചു. എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കരയല്ല, ആ മാതാക്കളെ ധർമ്മം ആലോചിക്ക്, വീരസ്വർഗത്തിലാന്ന് ഇല്ല തോന്നി, അതിന് തടസ്സം വന്നോ, നിങ്ങൾ എങ്ങനെ കരഞ്ഞാലെന്നെല്ലാം പറഞ്ഞു. അതിൻ്റെ അടുക്ക് അർജുനൻ പറഞ്ഞു, നിനക്കെന്തായാലും എൻ്റെ മോനെ കാണണം എന്ന് പറയുന്നു. എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് ദേവേന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. അരനിമിഷം കൊണ്ട് കഴിഞ്ഞു എന്ന്, അത്രയും വേഗം പോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് വന്നു. ഉള്ളിൽ പ്രപഞ്ചമെല്ലാം അടക്കും പുമാൻ പള്ളിക്കുറുപ്പു കൊണ്ടേടിനാൻ ഇങ്ങനെ പ്രാണസമൻ മമ പാർത്ഥനുടെ സത്യമൂലം വരാതെ കഴിപ്പാൻ പണിതുലും ദ്രോണാദികൾ അഭയം കൊടുത്താരവരേണ അങ്കചൂട പ്രസാദവുമുണ്ടല്ലോ യുദ്ധം നനച്ചു കിടക്കയാൽ അർദ്ധരാത്രി കുണർന്നേടിനാൻ മാധവൻ ദാരുകൻ തന്നെ വിളിച്ചരുൾ ചെയ്തതു പോരതിഘോരമാം നാളെ അറിയ നീ ഞാൻ തന്നെ സൈന്ധവൻ തന്നെ കൊല ചെയ്തു കവന്തയെ സത്യത്തെ രക്ഷിക്കയും വേണം. ബാന്ധവം എന്നുള്ളത് എങ്ങനെയുള്ളതെന്നാന്തരമായഴും ആത്മാധനഞ്ജയൻ പൊന്മയമായ ഗരുഡധ്വജമുള്ള നമ്മുടെ തേരും ഒരുമിച്ചിരിക്കവേ നിർമ്മലമായഴുമായുധജാലവും ചെമ്മേ പിരിയാതെ വേണ്ടി വരുമല്ലോ എന്നുടെ സേവകന്മാരെ ഉപേക്ഷിക്ക എന്നുള്ളതൊന്നുകൊണ്ടും വരാ നിർണയം. ഇത്തരം ദാരുകനോടരുളി ചെയ്തു നിദ്രയും ഒട്ടു കുറഞ്ഞു ഭഗവാനും. താനതിഭാരമായി ചെയ്ത ഒരു സത്യവും മാനമേറിയിടുന്ന വൈരികൾ വീര്യവും താനെ നിരൂപിച്ചു ഖേദിച്ചു ഫൽഗുനൻ മാനസം മാഴി തളർന്നുറങ്ങും വിധവും. വിഷ്ണു ഭഗവാൻ വിരിഞ്ചാതിവന്തിതൻ വൃഷ്ണികുലോത്തമൻ വിശ്വംഭരാവരൻ കൃഷ്ണൻ തിരുവടി തന്നെ ഉറക്കത്തിൽ ഉഷ്ണ നിശ്വാസ ശമനം വരും വണ്ണം ഉഷ്ണേതരാം ശുകുലോത്ഭവനാകിയ ജിഷ്ണുവും കണ്ടിതു സങ്കടം തീരുവാൻ. ശത്രുക്കളെ ജയിച്ചിടുവാനാശു നാം മൃത്യുഞ്ജയനായ രുദ്രനെ വന്ദിപ്പാൻ പോകുന്നു നാരായണൻ നരൻ തന്നോട് വേഗേന കയ്യും പിടിച്ചരുളി ചെയ്തു. നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനനമുഖം നദീജാലവും പിന്നിട്ടു കൈലാസമാകിയ ശൈലോപരി ചെന്നു നീലകണ്ഠൻ കഴകൂപ്പി സ്തുതി ചെയ്തു. ഭഗവാൻ ഓർക്കേ വരുന്നില്ല. അന്നേരം ദാരുകനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളത്തെ യുദ്ധം അതിഭയങ്കരമായിരിക്കും ദാരുക, അതുകൊണ്ട് എൻ്റെ പിന്നെ തേരും ഒരുമിച്ച് വെക്കണം, വേണ്ടുന്ന ആയുധങ്ങളും എല്ലാം എടുത്ത് വെക്കണം, ഞാൻ തന്നെ ചിലപ്പോൾ അവനെ കൊല്ലേണ്ടി വരും, എന്നെ ആശ്രയിക്കുന്നവരെ തള്ളാൻ എനിക്കാവൂല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലാത്ത സങ്കടം ഭഗവാനും ആണെങ്കിലും ഉറങ്ങുന്നില്ല ഭഗവാൻ. അതുപോലെ തന്നെ അർജുനനും ഉറക്കേ വരുന്നില്ല അർജുനന്. അന്നേരം ഭഗവാനെ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു ഭഗവാനെ. ഇന്ന് സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് നമുക്ക് പോവാലോ മൃത്യുഞ്ജയൻ്റെ അടുത്തേക്ക്. അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഭഗവാനെ മഹാദേവനെ സ്തുതിക്കുന്നു.
കൈലാസമാകിയ ശൈലോപരി ചെന്നു നീലകണ്ഠൻ കഴകൂപ്പി സ്തുതി ചെയ്തു പർവ്വതമന്ദിര പാർവതീ വല്ലഭാദർവീകരവര ഭൂഷണ ഭൂഷിത സർവജ്ഞ സർവലോകേശ സർവാത്മക ശർവ ശംഭോ മഹാദേവദേവേശ്വര ഗംഗാധരാഹര ചന്ദ്രകലാധര തുംഗജടാഭര കാരുണ്യവാരിധേ ഭസ്മവിലേപന ഭർഗ ഭയാപഹ വിസ്മയാനന്ദ നൃത്തപ്രിയ ത്രയംബക ശങ്കരാസ്ഥാണോ ഗിരീശ പുരഹര ചെങ്കനൽ തൂകുന്ന ഫാലവിലോചനാമുണ്ട മാലാധര ദണ്ഡാധരാന്തക ഖണ്ഡപരശോ പശുപതേ ധൂർജടേ ശൂല പരശോ മുഖായുധ ഭീഷണ 4 വേദപ്പൊരുളാകുന്ന നാഥനെ അസ്ഥികൾ മുത്തുകൾ നല്ല തളിരുകൾ ഉത്തമമായുള്ള പുഷ്പങ്ങൾ മുണ്ടങ്ങൾ ഇത്തരം കൊണ്ടുള്ള മാല്യവിരാജിത മൃത്യുഞ്ജയ ജയ ഭീമ ജയ ജയ മാര മദഹര കാളകൂടാഹാര കാരണ പൂരുഷ വാരണ ഭഞ്ജന ചാരണ സേവിത സാരസാക്ഷപ്രിയ പാഹി നമോ നമ പാഹി നമോ നമ ദേഹി വരം പരമാനന്ദ ശാശ്വത ഭൂതിപ്രിയ നമോ ഭൂതിപ്രദ നമോ ഭൂദേശത്തെ നമോ ഭൂതകർത്രേ നമോ ഭൂതഭർത്രേ നമോ ഭൂതഹർത്രേ നമ ശാന്തായ ഘോരായ ദാന്തായ ശൂരായ കാന്തായ ഭർഗായ രുദ്രായ ശർവായ ദക്ഷാന്തകായ തേ രക്ഷാകരായ തേ നിത്യം നമോ നമോ നിത്യം നമോ നമ. ഭക്തി പുണ്ഡിത്തം വണങ്ങി സ്തുതിച്ചൊരു പത്മാക്ഷ ഫൽഗുനന്മാരോടു ശങ്കരൻ ഭക്തപ്രിയൻ പരമേശ്വരൻ ഈശ്വരൻ ഭദ്രപ്രദൻ പരമാനന്ദം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തൊരിക്കലേ പുലികേട്ടു ചന്ദ്രകലാധരനേവമരുൾ ചെയ്തു അർദ്ധരാത്രിക്കിതെന്താഗമിച്ചിടുവാനത്തലുണ്ടായതെന്തെന്നു ചൊല്ലിയിടുവിൻ. മുക്ത വിലോചനൻ മൂലപ്രകൃതിക്കു വിത്തായ കൃഷ്ണനും അപ്പോൾ അരുൾ ചെയ്തു 5-6 സേനാപതികൾ ഒരുമിച്ചു വഞ്ചിച്ച അഭിമന്യുവായ കുമാരനെ കൊന്നാരതിന്നുരിവുക്കളെയൊക്കവേ കൊന്നൊടുക്കിയിടുവാൻ തക്കൊരു ദിവ്യാസ്ത്രം ഒന്നരുളിയിടണമെന്നുണ്ടു പാർത്ഥനും വന്നതും ഇപ്പോൾ അതിനു ജഗൽപതേ. അപ്പം ഈ സ്വപ്നത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ ഭഗവാൻ അർജുനെയും കൂട്ടിയിട്ട് പിന്നെ മഹാദേവൻ്റെ അടുത്ത് പോയി നല്ലോണം ഭഗവാനെ സ്തുതിച്ചു. ഒരുപാട് സ്തുതിച്ചിട്ടാകുമ്പോൾ ചോദിച്ചു എന്തേ ഇപ്പം 2 ആളും കൂടി വന്നത് എന്ന് ചോദിച്ചു. അന്നേരം പറയുന്നു 5-6 ആളെത്തിട്ട് പിന്നെ അർജുനൻ്റെ മോനെ കൊന്നിട്ടില്ലേ വഞ്ചിച്ചിട്ടേ, അതുകൊണ്ട് അർജുനന് നല്ലൊരു ദിവ്യാസ്ത്രം വേണം ആ ശത്രുക്കളെ കൊല്ലാൻ, അതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നു. ഒന്നരുളിയിടേണമെന്നുണ്ടു പാർത്ഥനും വന്നതും ഇപ്പോൾ അതിനു ജഗൽപതേ. ക്ലേശം അത് ചൊല്ലി ഉള്ളിലുണ്ടാക്കേണ്ട കേശവ ഫൽഗുനന്മാരെ പുരൈവനൻ പാശുപതാസ്ത്രം കൊടുത്തേൻ വിജയനു നാശമരികൾക്കതിനാലെ വന്നു പോയാലും എന്ന ഭയം കൊടുത്തിടുന്നൻ മായാപതിയായ മാരാരി ശങ്കരൻ. ചെമ്പൽ തളിരണ കൊമ്പിട്ട നേരത്തു ജംഭാരി നന്ദനൻ കണ്ടാനൊരത്ഭുതം. താൻ തലേനാളതിഭക്തി പൂണ്ടെത്രയും ശാന്തനായി തൻ്റെ നിയമവിധിയെങ്കിൽ വിഷ്ണുപദത്തിങ്കൽ അർപ്പിച്ച പുഷ്പങ്ങൾ വിസ്മയത്തോടു കണ്ടു ശിവൻ മൗലിയിൽ. വിഷ്ണുവെന്നും ശിവനെന്നും ഭുവനത്തിൽ വിജ്ഞാനികൾ പറയുന്നതൊരജ്ഞാനം. കണ്ടവരൊക്കവേ രണ്ടെന്നു ചൊല്ലുവർ കണ്ടവരല്ലവരാരുമേ നിർണയം തന്നിരൂപിച്ചുറച്ചു കിരീടവും അദ്വൈതമാക്കിയ നാമത്തെ വന്ദിച്ചു. കൃഷ്ണനും താനുമായിങ്ങു പോന്നിടനാൻ ജിഷ്ണു അപ്പോൾ ഉണർന്നുപോയി ബലാൻ. സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടിട്ടു ഫൽഗുനൻ കൽപ്പിച്ചതു ജയമുണ്ടായി വരുമെന്നും കാരണനാകിയ നാരായണൻ പരൻ പാരമായി എന്നുടെ ശംഖനാദം കേട്ടാൽ പാരാതി തേരു നീ കൊണ്ടുവരികെന്നു ദാരുകനോടരുൾ ചെയ്തു ഭഗവാനും. ഭ്രാമേ മുഹൂർത്തേ മുകുന്ദൻ തിരുവടി സാമ്യമില്ലാതെ ജഗൽപതി മാധവൻ നിത്യം നിരാമയൻ നീതിമാൻ ഈശ്വരൻ നിത്യകർമ്മങ്ങളും ചെയ്തു ഷക്കും വിധോ. ഭക്തനം ധർമ്മജൻ വാഴുന്ന മന്ദിരേ സത്വരം ചിത്തമോദാൽ എഴുന്നള്ളിനാൻ. മംഗലഗീതസ്തുതികളും വാദ്യവും ശംഖനിനാദവും ബമ്പടനാദവും ദാനങ്ങൾ വാങ്ങി ക്ഷമാദേവകൾ ആനന്ദദാനവും ആശീർവചനവും കേട്ടങ്ങടുത്തിയിടുന്ന നേരത്തു വാട്ടം വരാതൊരു ഭക്തിയും മോദവും കൈക്കൊണ്ടു സൽക്കരിച്ചിടുന്ന നേരത്തു പുഷ്കരനേത്രനും പ്രീതി പൂണ്ടിയിടിനാൻ. വാസുദേവൻ ജഗന്മംഗലൻ കേശവൻ വാസവി തന്നെ തഴുകി അരുൾ ചെയ്തു. ഖേദിക്ക വേണ്ട, ജയം വരും നിർണയം സാധിക്കുമെന്നറി നിന്നുടെ സത്യവും. അംബുജലോചന തുമ്പുരു വന്ദിത കമ്പൂധരാമത സെന്തനാനന്ദമീ അംബികാ വല്ലഭ സേവിത ശാശ്വത ബിംബ ഫലാധര ചന്ദ്രബിംബാനന കൃഷ്ണ ദയാനിധേ
വൃഷ്ണികുലാധിപ വിഷ്ണു മുരാരേ മധുസൂദന ഹരേ രാമ രമാവരശ്യാമാഭിരാമമാരാകാര സന്മധുരൂപായ തേ നമ. നിൻ കൃപയുണ്ടെങ്കിൽ എന്തൊരു സങ്കടം പങ്കജലോചന കേട്ടരുൾക്കെങ്കിൽ നീ. നിദ്രയിൽ ഞാൻ നിന്തിരുവടി തന്നോടും രുദ്രനെ കണ്ടുവരം വരിച്ചിടിനൻ. ത്വൽപദാബ്ജാർച്ചിത പുഷ്പങ്ങളൊക്കെയും തൽപദാംഭോജം നമസ്കരിക്കും വിധോ. ശംഭുതൻ മൗലിയിൽ കണ്ടു തെളിഞ്ഞു ഞാൻ കിംബരം വിസ്മയം. തമ്പുരാനെ ഹരേ. സ്വപ്നപ്രകാരങ്ങൾ ഇത്തം പറഞ്ഞവർ ചിൽപുരുഷൻകൾ ഉറപ്പിച്ചു മാനസം. അർജുനൻ നിൽക്കുന്ന നേരത്തു ധർമ്മജൻ പിച്ചേല്ലേതുമിതെന്നരുളി ചെയ്താൻ. അച്യുതനും പുനരന്തകവൈരിയും നിശ്ചയം ചിന്തിക്കിലൊന്നെന്നറിക നീ. ഇന്നു ചെറുതു കലഹമുണ്ടായവരും നിർണയം ഇത്ര നാളെ പോലെ അല്ലടോ. പിന്നെയും ചൊന്നാൻ ധനഞ്ജയൻ നിൽക്കുന്ന മന്നവന്മാരോടും അഗ്രജന്മാരോടും. ഉഗ്രനായുള്ള ഗുരുവീര സത്യമുണ്ടഗ്രജനാമ. ധർമ്മതനിയനെ യുദ്ധത്തിലെത്തിപ്പിടിച്ചു കെട്ടിയിടുവൻ. ചിത്തത്തിലുണ്ടെനിക്കിന്നൊരു സങ്കടം. അപ്പൊ ഈ അർജുനൻ സ്വപ്നം കണ്ടു. പിന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയതെല്ലാം കണ്ടുവല്ലോ. എന്നിട്ട് ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച പുഷ്പങ്ങളെല്ലാം മഹാദേവന്റെ ശിരസിൽ കണ്ടു. അപ്പോൾ ഉണർന്നു പോവുകയും ചെയ്തു. ഞാൻ തിരിച്ചു വന്നു. അന്നേരമാണ് ഉണർന്നത്. എന്നിട്ട് ജയം ഉണ്ടാവുന്നൊരു മനസ്സിലൊരു സമാധാനം കിട്ടി. അപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ശംഖനാഥം കേട്ടാൽ വരണം ദാരുകനോട്. അപ്പോൾ ഉൾപ്പാങ്കാലത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു ഭഗവാൻ. ഓർക്കുണ്ടോപ്പാ, ഈ ഭക്തന്മാരെ രക്ഷിക്കേണ്ട വിചാരമല്ലാതെ ഭഗവാൻ ഓർക്കൂല, ഒന്നുമില്ല. അങ്ങനെ എഴുന്നേറ്റു. അപ്പോൾ മംഗലസ്തുതികളും വാദ്യവും ശംഖനിനാദവും എല്ലാം കേട്ടിട്ട് അങ്ങനെ അവരെ ആശീർവാദമെല്ലാം കേട്ടിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ പൂജിക്കുന്നതുകൊണ്ട് നല്ല സന്തോഷമായി ഭഗവാന്. അന്നേരം അർജുനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട കേട്ടോ, നിൻ്റെ സത്യം ഏതായാലും നമുക്ക് പിന്നെ സത്യമാക്കാം, നീ ജയിക്കും എന്നെല്ലാം പറഞ്ഞു. അന്നേരം പറയുന്നത് ഭഗവാനെ അംബുജലോചന അങ്ങനെ കുറേ പേരിൽ വിളിക്കും. ഈ തുതിക്കുമ്പം ഭഗവാനെ വിളിക്കാത്ത പേരില്ല. അവിടുത്തെ പിന്നെ കൃപയുണ്ടെങ്കിൽ എനിക്ക് എന്തെന്ന് സങ്കടം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ സ്വപ്നം കണ്ടതെല്ലാം പറഞ്ഞു. അന്നേരം ഏട്ടൻ പറഞ്ഞു, ധർമ്മപുത്രർ വിഷ്ണുവും ശിവനും വേറെ വേറെ അല്ല, അനിയ രണ്ടും ഒന്നാന്ന് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു പേടി അധികം ഉണ്ട്, എൻ്റെ ഏട്ടനെ പിടിച്ച് കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ദ്രോണാചാര്യൻ, അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. യുദ്ധത്തിലെത്തിപ്പിടിച്ചു കെട്ടിയിടുവൻ ചിത്തത്തിലുണ്ടെനിക്ക് എന്നൊരു സങ്കടം. അഗ്നിക്ക് ബന്ധുവാൻ വായുതൻ പുത്രനും അഗ്നിയിൽ ഉത്ഭവിച്ചൊരു പാഞ്ചാലനും സാത്വികയും മഹാവീരരാം മറ്റുള്ള ധാത്രീപതികളുമൊക്കെ ഒരുമിച്ചു കൈനില ചുറ്റുമൻ ജ്യേഷ്ഠനെ കാത്തുകൊണ്ടൈകമത്യത്തോടു നിൽപ്പിനെല്ലാവരും. മുറ്റും മുകുന്ദൻ തുണയുള്ള ഞാൻ എന്നെ മറ്റാരുമെന്നു കരുതായിക പോരിനായി കൊറ്റവനായ നൃപനെ രക്ഷിക്കണമുറ്റവരായവരിന്നേക്ക് സർവരും തേറിനാരിങ്ങനെയാമെന്നതേവരും. തേരേറിനാൻ നരനാരായണന്മാരും ദേവാസുരോരകസിദ്ധ വിദ്യാധര ഗന്ധർവ കിന്നര കിംപുരുഷാദീം അക്ഷരക്ഷോഗണചാരണ ഗൂഹ്യക പ്രേത ഭൂതാദീം അപ്സര സ്ത്രീകളും അമ്പരമാർഗേ വിമാനങ്ങളേറിനാർ. തുമ്പുരു നാരദന്മാരോ മുളറിനാർ ഭേരി പടക ശങ്കാദികൾ നാദവും. വീരന്മാരായവർ സിംഹനാദങ്ങളും തേരുരുൾ നാദം ചെറുഞാണൊലികളും വാരണന്മാരുടെ ഗർജിതനാദവും ചാരൂതരകാളി ഹേഷാരവങ്ങളും നാരദ വീണ മനോഹരനാദവും ഒക്കവേ പൊങ്ങി മുഴങ്ങിച്ചമകയാൽ ദിഗ്ഗജങ്ങൾക്ക് ചെവിയുമടച്ചിതു. കൽപ്പാന്തകാലത്തു സപ്തസമുദ്രങ്ങളുൾ ഭ്രാന്തി കൈക്കൊണ്ടലറുന്നതുപോലെ ഘോരഘോരമിരുഭാഗവും വൻപടവാരിധി പോലെ പരന്നു ചമഞ്ഞിതേ സൂചി. സരസിജ വ്യൂഹം ചമച്ചുകൊണ്ടാചാര്യനായ ഭരദ്വാജനന്ദനൻ നിർത്തിനാൻ ദക്ഷിണഭാഗത്തു വൻപട ചിത്രമായൊരു ചകടാഹുയ വ്യൂഹം തമുറപ്പിച്ചു. വാമഭാഗേ തഥാ ചിത്തമുറപ്പിച്ചു രണ്ടു കൂട്ടത്തിനും മധ്യേ മഹാരഥം തന്നിൽ ആചാര്യനും ക്രുദ്ധനായി വില്ലം ധരിച്ചു നിന്നിടിനാൻ. ഇത് ഇങ്ങനെ പറഞ്ഞു, ഏട്ടനെ രക്ഷിക്കണം നിങ്ങളെല്ലാവരും, ഞാൻ മതി നാളെ യുദ്ധം ചെയ്യാൻ, ഞാനും എൻ്റെ പൊന്നു തമ്പുരാനായ ഭഗവാനും മതി എന്നെല്ലാം പറഞ്ഞിട്ട്
ഇറങ്ങുമ്പോഴത്തേക്ക് ആചാര്യൻ നല്ല ഗംഭീരപ്പെട്ടിട്ട് വില്ലൻ ധരിച്ച് നിൽക്കുന്നുണ്ട്. യുദ്ധനിലമായ ഒരാകാശമൊക്കെയും ഹസ്തിശ്വപത്തിമയങ്ങളാ മേഘങ്ങളൊത്തു പരന്നതു നേരത്തു ധൂളിയാൽ മിത്രബിംബം മറഞ്ഞിടും ദശാന്തരേ ദിക്കുകളൊക്കെ വേഞ്ഞിട്ടു മാറിങ്ങനെ വെട്ടുമെടികൾ പോലെ പടഹങ്ങളും സന്നദ്ധരായുള്ള വീരർ കൈവാളായ മിന്നൽ പിണരുകൾ മിന്നുന്ന നേരത്തു കണ്ണുകൾ തങ്ങളെ ചിമ്മുന്നിതു ചിലർ ചാപങ്ങളായി മിന്നും ഇന്ദ്ര ചാപങ്ങളും ബാണങ്ങളായുള്ള ധാരാവരുഷവും ചോരയായുള്ള ഒരു വാരി പ്രവാഹവും പെയ്തൊക്കെ നിറഞ്ഞു നദികളായി ഓരോ വഴിയെ ഒലിക്കുന്ന നേരത്തു വക്ത്രങ്ങളാകിയ പത്മങ്ങളുണ്ട് അതിൽ കേശങ്ങളായുള്ള ശൈവലപൂരവും ഹസ്തപാദങ്ങളായുള്ള മത്സ്യങ്ങളും അസ്ഥികളായുള്ള പാഷാണജാലവും ചിത്തമായുള്ള ഒരു ശംഖമുക്താദിയും മധ്യേ ഒഴുകുന്ന ചോരപ്പുഴ കണ്ടു ചിത്രം വിചിത്രം വിചിത്രമെന്നു ജനം ദുശാസനനെ എതിർത്താൻ അവനെയും വിഷേകവീരൻ വിജയം ജയിച്ചിതു ശസ്ത്രങ്ങൾ കൊണ്ട് അഭിവാദ്യവും ചെയ്തു തൻ ഉൾത്താപമെല്ലാം അറിയിച്ച നേരത്ത് തോറ്റ പോലെ ഒഴിച്ചാൻ ഗുരുവീരനും മാറ്റുള്ളരോടെതിർത്താൻ കുരുവീരനും കൊന്നൊക്കെ ഒടുക്കുന്നത് കൊണ്ട് പിന്നെയും ദ്രോണരടുത്താൻ അതു നേരം മുട്ടു യുദ്ധം ചെയ്തു പിന്നെയും പോയതു മുട്ടിച്ചെതിർത്തിതു ഹാർദിക്കനേരം ഏതു തലയുമറുത്താൻ ധനഞ്ജയനേതു ശരങ്ങൾ വരുണാത്മജനപ്പോൾ ഛത്രധ്വജാശ്വങ്ങളെല്ലാം അതു നേരം വൃത്രാരിപുത്രൻ കളഞ്ഞോരനന്തരം തെറ്റൊന്നൊരു കഥ കൈക്കൊണ്ടെടുത്തവനേറ്റിനാൻ കൃഷ്ണനെയപ്പോൾ വിജയനും കണ്ഠവും കയ്യും ഒരമ്പാൽ മുറിച്ചതു കണ്ടെതിർത്തിയിടനൻ കാമ്പോജനം നേരം. അപ്പൊ വ്യൂഹലം ചമച്ചിട്ട് ഇദ്ദേഹം കാത്തു നിൽക്കലായി. അപ്പം ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അർജുനൻ പോലായി. അതുപോലെ ഇങ്ങോട്ടും ഇത് രണ്ടിരുഭാഗത്തുള്ള സൈന്യങ്ങളങ്ങനെ മരിച്ചു വീഴുന്നുണ്ടെന്ന് പറയണു. അന്തകൻ വീട് പുക്കാൻ പൊരുതോ ഏറ്റവും അന്തികയെ നിന്ന പടയോടുകൂടവേ പിന്നെ ശ്രുതായുരാഖ്യൻ നൃപനെറ്റിതു കൊന്നാനര നിമിഷം കൊണ്ടവനെയും അപ്പോൾ അവൻ തന്നെ അനുജനും കോപിച്ചു മുൽപ്പൊക്കെതിർത്തതു കണ്ടാശു പാർത്ഥനും തൻ ബലമുഖത്തോടുകൂടവേ കോപിച്ചു കൽപ്പോട് ബാണങ്ങളേതു കൊന്നിടാൻ എന്നെ കൊല ചെയ്യുന്നത് അർജുനൻ എന്നരിവീരരൊഴിച്ചു തുടങ്ങിനാൻ ധാർത്തരാഷ്ട്രൻ പെരികാർത്തനായി ദ്രോണരെക്കാൾ തളിരൻപോട് വന്ദിച്ചു ചൊല്ലിനാൻ ആർത്തു കാത്തുജയദ്രഥൻ തന്നെയും എന്നെയും പാർത്ഥഭയന്തെത്തു രക്ഷിക്ക വേണമേ ശത്രുക്കളെ കൊന്നു രാജ്യം തരുവതിനുൾത്താരിൽ ഇപ്പോൾ മടിക്കരുതേതുമേ ദ്രോണർ കവചം ജപിച്ചു കൊടുത്തിതു മാനിയായുള്ള സുയോധനൻ അന്നേരം കാണ്ഡവം പൊക്കൊരു പാവകനെപ്പോലെ പാണ്ഡവസേന ദഹിപ്പിച്ചിതാചാര്യൻ ഗാണ്ഡീവധന്യോ പോയതൊരു വഴി വീണ്ടും ജയദ്രഥനെ കണ്ടുകൊള്ളുവാൻ അന്നേരം എങ്ങു നിന്നെന്നറിഞ്ഞില്ല പോന്നുന്നതനായ ദൃഷ്ടദ്യുമ്നും വന്നാൻ ദ്വന്ദ്വയുദ്ധത്തിൽ മരിച്ചാർ പലരാന്തോളിതമായി തന്നേരമാഹവം സോമക പാഞ്ചാല ഭൂപതി വീരന്മാർ കാർമുകിൽ പേമഴ തൂകുന്നതുപോലെ ബാണം പൊഴിച്ചങ്ങടുക്കുന്നതു നേരം ദ്രോണരുടെ പടകെട്ടു പാഞ്ഞു തുലംബൻപനായിടും ദ്രുപദനും പാപികൾ മുമ്പനാമാചാര്യനും പൊരുതോരു പോരും വരും കണ്ടു തെളിഞ്ഞു വാഴ്ത്തിയിടിനാർ തുമ്പുരു നാരദന്മാരും പുകഴ്ത്തിനാർ വാളുമായേറ്റമടുത്തിതു പാഞ്ചാലൻ ബാണങ്ങൾ മെയ്യിൽ നിറച്ചിതാചാര്യനും കൊല്ലുന്നതുണ്ടെന്നുറച്ചു ഗുരുവരൻ വില്ലും കൊഴിയെ കുലച്ചു വലിച്ചുടന്നില്ലു നെല്ലും നണിഞ്ഞിടുന്ന നേരത്തുമല്ലാരുതൻ പ്രിയനാകിയ ശൈനേയൻ കിഞ്ചന ചഞ്ചലമെന്നിയെ ചൊല്ലിനാനഞ്ചിയോടുന്നവനല്ലെന്നറിഞ്ഞാലും അത്ര വൈദഗ്ധ്യമുണ്ടെങ്കിലോ നമ്മിലും ഇത്തിരി നേരം പൊരുതേ മതിയാവൂ കൽപ്പോടി വണ്ണം പറഞ്ഞാശു സാത്യകി മുൽപ്പൊക്കെതിർത്തതു കണ്ടു ഗുരുവരൻ അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ നാരാജ പംക്തികൾ അർത്ഥചന്ദ്രാകാരമായുള്ള ബാണങ്ങൾ ഇത്തരം കോരിച്ചൊരിഞ്ഞു തുടങ്ങിനാൻ അത്തരം തന്നെ യുധാനുമേതാൻ മുഗ്ധവിലോചന ഭൃത്യപ്രവരനും ക്ഷത്രകുലാന്തക ശിഷ്യപ്രവരനും ബദ്ധവൈരത്തോടടുത്തു നിന്ന് അങ്ങനെ യുദ്ധം ഭയങ്കരമായി ചെയ്ത നേരത്തു ശുദ്ധനഖണ്ഡൻ ജഗൽ പരിപൂർണനാം ദുഗ്ധാംബുരാശി തിരുമകൾ വല്ലഭനാശു ജയദ്രഥനെ കൊല ചെയ്വതിനാശുഖവേഗമിയെന്നു തേരോടിച്ചാൻ ശക്തികൾ വജ്രങ്ങൾ ചക്രങ്ങൾ ശൂലങ്ങൾ ശസ്ത്രങ്ങൾ അസ്ത്രങ്ങളും ഗതാജാലവും ഉഗ്രങ്ങളായ മുസലങ്ങൾ എന്നിവനെ ഗ്രഹിക്കണം ഇവനെ എന്നൊന്നിച്ചു ശക്രനു നേരായ വിക്രമമുള്ളവൻ ശക്രാത്മജനു നേർ തൂകി തുടങ്ങി ഞാൻ ഖണ്ഡിച്ചൊടുക്കി കുഴിച്ചൊരാഖണ്ഡല നന്ദനൻ ചെല്ലുന്ന നേരത്തു വിന്ദനും ഊക്കുള്ളനു വിന്ദനും കൂടെ മന്ദേതരമടുത്തെയ്താരതു നേരം ഇന്ദ്രാത്മജൻ കൊല ചെയ്താനവരെയും ഇന്ദിരാവല്ലഭനോടത് ചൊല്ലിനാൻ പൈതാഹമുണ്ടു കുതിരകൾക്കേറ്റവും കൈതവുമില്ലാത കാരുണ്യവാരീധേ
ഇങ്ങനെ ഇടവും പലും എന്ന് പറഞ്ഞാൽ എനിക്ക് തറച്ച് ഇടുന്ന സമയത്ത് ഭഗവാനോട് പറഞ്ഞു, ഈശ്വര ഭഗവാനെ, കുതിരകൾക്ക് ദാഹിക്കുന്നുണ്ട് വല്ലാതേന്ന്. അപ്പോൾ കുതിരകൾക്ക് ശക്തി ഉണ്ടെങ്കിലേ തേര് അതുപോലെ തെളിക്കാൻ പറ്റുമല്ലോ. കൈകാൽ തളർന്നു നടക്കുന്നതില്ലേതും വൈകാര്യമുണ്ടത് കൊണ്ടൊരിണത്തിനും തണ്ണീർ കൊടുത്തു. തളർച്ച കെടുക്കിലെ സന്നാഹമോട് പോർ ചെയ്തു കൂടൂ ഹരേ എന്നു പറഞ്ഞു ശരോഖം പ്രയോഗിച്ചു. നന്നായി കുഴിച്ചു പാനീയമുണ്ടാക്കിനാൻ എന്നത് കണ്ട് മുകുന്ദൻ തിരുവടി പന്നകശായി പരൻ പുരുഷൻ താനും അശ്വങ്ങളെ തെളിയിച്ചു തേർപൂട്ടി ഞാൻ വിശ്വംഭരന്റെ ഭക്ത ജനപ്രിയൻ പാരിൽ നേടും. ധനഞ്ജയനെ കണ്ടും തേരിലേക്കാകിയാം സാരഥിയെ കണ്ടും ഭാരമെടുത്തു മഹാരഥന്മാരെല്ലാം പോരിനു പാർക്കരുത് ഇപ്പോൾ അറിയണം ഛിദ്രമിതമിതി വിദ്രുതം തൂകിനാരായുധ പങ്ക്തികൾ. പൗരവയാദവന്മാരെ വധിക്കുന്ന കൗരവ വീരരുമൊത്തു തൂകിയിടാൻ നാഗധ്വജനം പൊരുതതു പാരമായ വേഗമോടേറ്റം എതിർത്തതു പാർത്ഥനും. നാഗാരിയെ കണ്ട നാഗങ്ങളെപ്പോലെ നാഗധ്വജാതികൾ നാൽപ്പാടുകോടിന ചെന്നു ജയദ്രഥ നിൽക്കുന്ന ദിക്കി. ഇതിലൊന്നൊഴിയാതെ ഉറച്ചിതു കൗരവർ പാരമടുത്ത മഹാരഥന്മാരോടു വേഗമോടേറ്റമടുത്തിതു പാർത്ഥനും. അപ്പൊ ഭഗവാൻ അർജുനൻ തന്നെ അവിടെ അസ്ത്രം കൊണ്ട് കുഴിയുണ്ടാക്കി കുതിരകൾക്ക് വെള്ളം കൊടുക്കാൻ. അപ്പൊ കുതിരനെ അഴിച്ചു ഭഗവാൻ. വെള്ളം കൊടുക്കുന്ന സമയത്ത് വെള്ളം കൊടുത്തിട്ട് തേര് പൂട്ടി നേരെയാക്കി. അപ്പോഴത്തേക്ക് അർജുനൻ താഴെ ഇറങ്ങി നിൽക്കല്ലേ ഇന്ന് ഈ നാണം കെട്ടിയിട്ടിങ്ങ വരുന്ന അന്നേരം. പിന്നെ പാരിൽ നിൽക്കുന്ന അർജുനനെയും തേരിൽ ഏകാകെ നിൽക്കുന്ന ഭഗവാനും കണ്ടിട്ട് രണ്ടെണ്ണത്തിനും കൊല്ലാലോ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇവർക്കാവോ? ആ ഭഗവാന്റെ ഒരു പറയുന്നില്ല, അത്രക്കും വികൃതിത്തരാന്ന് ഇവർ കളിക്കുന്നത് മുഴുവനും. കോലാഹലമായി ചമഞ്ഞു കലഹവും തോലാതെ വണ്ണം പൊരുതാരരികളും പാരമുയർന്ന കൊടിക്കൂറയും തേരാളികളുടെ വില്ലിൻ കടുമയും മാലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ചാലത്തെളിക്കടഞ്ഞുള്ള കുന്തങ്ങളും തിക്കി ഒരു നിലത്തൊക്കെ ഒരുമിച്ചു നിൽക്കുന്ന നേരത്തു ഫൽഗുനൻ ബാണങ്ങൾ മാമലമേൽ മഴ തൂകുന്നത് പോലെ തൂമ കലർന്നു പൊഴിച്ചാനതു നേരം. കാലും കരങ്ങളും തോളും തുടകളും മാറും വയറും കഴുത്തും തലകളും കൊറ്റക്കുടകൾ കൊടികൾ കൊടിമരം കുറ്റമില്ലാതെ കൊടിക്കൂറ ചിഹ്നവും ചുറ്റും ചുഴന്നിടും ആലവട്ടങ്ങളും അറ്റമില്ലാതൊരു വെഞ്ചാമരങ്ങളും മറ്ററ്റു വീണു നിറഞ്ഞു രണാങ്കണമിറ്റിറ്റു വീഴുന്ന ചോരയൊലിക്കയും മുറ്റി നിന്നിടുന്ന പത്തള തമ്മോട് ചുറ്റിച്ചുഴന്നു പോർ ചെയ്താൻ ധനഞ്ജയൻ ധർമ്മസുതനും ഭരദ്വാജപുത്രനും തമ്മിൽ പൊരുതു വലഞ്ഞു യുധിഷ്ഠിരൻ ഭീമൻ. അതു കണ്ടുടറിയെടുത്തപ്പോൾ ഭീമാന്തക സമമായതു യുദ്ധവും കർമ്മീരനന്ദരനാകിയ രാക്ഷസൻ നിർമര്യാദ പെരുമാളതു നേരം ഭ്രാതാവിനെയും പിതാവിനെയും കൊന്ന വാതാത്മജനോട് പാഞ്ഞെടുത്തിയിടിനാൻ. അപ്പോഴത്തേക്കൊരു രാക്ഷസൻ കർമ്മീരന്റെ മോൻ, കർമ്മീരനെയും പിന്നെ മോനെയെല്ലാം ഭീമസേനൻ കൊന്നിട്ടുണ്ടായിന്. അപ്പൊ ഈ ഭീമസേനോട് പാഞ്ഞു വന്നു. തെറ്റെന്നെടുത്തിതു മാരുതപുത്രനും ചൊറ്റു പോർ ചെയ്ത ആശു തോറ്റു നിശാചരൻ നില്ലെന്നണിഞ്ഞു പോർ ചെയ്തിതാചാര്യനും കൊല്ലുവനെങ്കിൽ ഞാനെന്നും ഘടോൽക്കജൻ ചൊല്ലിടും ദ്രോണരോടാർ തടുത്തിയിടനാൻ വില്ലുമായ ആചാര്യനും അടുത്തിയിടനാൻ ചെറ്റു വലഞ്ഞിതാചാര്യനും അന്നേരം തെറ്റെന്നെടുത്തിതു കർമ്മീരപുത്രനും തേരും കൊടിയും കുടയും കുതിരയും പോരിലഴിഞ്ഞിതു വില്ലും മുറിഞ്ഞിതു രണ്ടു പരുഷക്കും. അപ്പോൾ അത് കണ്ടു കൊണ്ടാടിനാർ കണ്ടു നിന്നവരൊക്കവേ വാളും പരിചയം കൈക്കൊണ്ടിരുവരും ചേളെന്നു പൊങ്ങിനാരാകാശവീതിയിൽ ചിത്രയുദ്ധം ചെയ്തു ചത്താൻ അലംബുസൻ. ചിത്തവും ചത്തിതു കൗരവർക്കന്നേരം പാർത്ഥനും മറ്റുള്ള തേരാളി വീരരും പേർത്തും പിരിയാതണഞ്ഞു പോരും നേരം പോർക്കളം തന്നെ നാർക്കുന്ന കോശവും വായിക്കുന്ന പാചജന്യത്തിൽ നിനാദവും ബ്രഹ്മാണ്ടമെല്ലാം കുലുങ്ങും പടികേട്ടു. നിർമ്മലനാകിയ ധർമ്മസുതൻ ചൊന്നാൻ പങ്കജലോചനൻ തൻ കരതാരിലെ ശംഖനാഥമതി ഘോഷിച്ചു കേൾക്കുന്നു. ശങ്കാവിഹീനൻ തെളിഞ്ഞരിവാഹിനി ഹൂങ്കാരമോടുകൂടാർക്കയുമുണ്ടല്ലോ. സങ്കടമേധാനും എന്റെ അനുജനു സംഭവിച്ചു പുനരില്ലൊരു സംശയം. നാശം വരാതെ പടയുമായി ഇപ്പോഴേ നീ ചെന്നറിഞ്ഞു വരിക ശിനീസുത. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിടുന്ന സമയത്ത് ഒരു ആസുരൻ അലംബുസനും ഇപ്പുറത്തുനിന്ന് പിന്നെ ആരാന്ന് ഭീമസേനന്റെ മകനും നല്ലോണം രണ്ടാൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ അലംബുസൻ ചത്തു. അപ്പോൾ അവർക്ക് സങ്കടം വന്ന് ഇവർ അട്ടഹാസം
ആർത്ത വിളിക്കലായി. ആർത്ത വിളിക്കുന്ന ഭഗവാൻ എൻ്റെ അടുക്ക് ശംഖനാദം ചെയ്യുന്നു. അതെല്ലാം കേട്ടിട്ട് ഈ യുധിഷ്ഠിരന് പേടിയാവുന്നു. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് പോയി നോക്ക് സാത്വികി, ഒന്ന് പോയി നോക്കപ്പാ, എന്തോ എൻ്റെ അനിയന് പറ്റി എന്നല്ലാന്ന് പറയുന്നു. അന്നേരം ബാക്കി എന്നാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നാളെ അറിയാം. നാളെ എന്തായാലും അർജുനനെ കൊണ്ട് ഭഗവാൻ ജയദ്രഥനെ കൊല്ലിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പണിയെല്ലാം ഭഗവാൻ കണ്ടുവച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ, അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ നോക്കാം. ഇന്ന് നമുക്ക് എല്ലാ പൊന്നു തൃപ്പാദ പത്മത്തിൽ സമർപ്പിച്ചു കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.